ഹലോ ആൻഡ് വെൽക്കം ടു ഡോക്കാനാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് പാത്തോളജിയുടെ 5ാമത്തെ വീഡിയോ എടുക്കാൻ പോകുന്നത് അപ്പോപ്റ്റോസിസ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണ് അപ്പോപ്റ്റോസിസ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് അപ്പോപ്റ്റോസിസ് ഉണ്ട്, അതിൽ പാത്തോളജിക്കലും ഫിസിയോളജിക്കലായിട്ടുള്ള അപ്പോപ്റ്റോസിസ് എങ്ങനെയാണ്, പിന്നെ എന്തൊക്കെ ജീൻസ് അല്ലെങ്കിൽ ജെനറ്റിക്കലി ഈ അപ്പോപ്റ്റോസിസ് എങ്ങനെയാണ് നമ്മളുടെ ബോഡി കൺട്രോൾ ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ പാത്വേസ് എന്ന് വെച്ചാൽ ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും ആയിട്ടുള്ള പാത്വേ ഇൻ ഡീറ്റെയിൽ നമ്മൾ നോക്കും. പിന്നെ അതുപോലെ എന്തൊക്കെ ഫീച്ചേഴ്സ് കാണാം എന്ന് വെച്ചാൽ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ കാണാം. ആൻഡ് ഫൈനലി നമുക്ക് ജെൽ ഇലക്ട്രോഫോറേസിസിലും എന്തൊക്കെ വ്യത്യാസങ്ങൾ കാണാമെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. സോ വെൽക്കം ടു ദ വീഡിയോ. സോ എന്താണ് അപ്പോപ്റ്റോസിസ്? അപ്പോപ്റ്റോസിസ് എന്ന് വെച്ചാൽ പ്രോഗ്രാംഡ് ആയിട്ടുള്ളൊരു സെൽ ഡെത്താണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ശരീരം തന്നെ നമ്മളുടെ ശരീരത്തിലെ കുറച്ച് സെല്ലുകളെയോ അല്ലെങ്കിൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് സെല്ലുകളെ സ്വന്തമായിട്ട് കൊല്ലാൻ നോക്കുന്നു. ഇത് നമ്മുടെ നെക്രോസിസ് വെച്ച് നോക്കുമ്പോൾ വ്യത്യസ്തമാണ്. കാരണം നെക്രോസിസിൽ നമുക്ക് വേറൊരു പുറമേ വന്നൊരു ബാക്ടീരിയയോ ഒരു വൈറസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ട്രോമ കാരണം നമ്മളുടെ കുറച്ച് സെല്ലുകൾ മരിച്ചു പോകുന്നതോ അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലഡ് കിട്ടാതെ നമ്മളുടെ കുറച്ച് സെല്ലുകൾ മരിച്ചു പോകുന്നതാണ് നെക്രോസിസ്. അത് നമ്മളുടെ ബോഡിക്ക് വലിയ കൺട്രോൾ ഇല്ല. അത് ഒരു പാത്തോളജിക്കൽ സിറ്റുവേഷൻ കാരണം മാത്രം സംഭവിക്കുന്ന ഒരു സാധനമാണ് നെക്രോസിസ്. ബട്ട് അപ്പോപ്റ്റോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിക്ക് ഇവിടെ പാത്തോളജിക്കലി സംഭവിക്കാം, പിന്നെ അതേപോലെ തന്നെ ഫിസിയോളജിക്കലി സംഭവിക്കാം. ചില സമയത്ത് നമ്മളുടെ ബോഡി നാച്ചുറലി ചില സെല്ലുകളെ കൊല്ലാൻ നോക്കാറുണ്ട്. ഇത് ഒരു രോഗത്തിൻ്റെ ലക്ഷണമായിട്ടല്ല, നമ്മുടെ ബോഡിക്ക് വേണ്ടി തന്നെയുള്ള രീതിയിൽ. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോപ്റ്റോസിസിൽ ഇൻഫ്ലമേഷൻ ഇല്ല. ദർ ഇസ് നോ ഇൻഫ്ലമേഷൻ. മറ്റേ നെക്രോസിസ് നോക്കുകയാണെങ്കിൽ ദർ ഇസ് ഓൾവേസ് ഇൻഫ്ലമേഷൻ. ഇവിടെ ഇൻഫ്ലമേഷൻ വരത്തില്ല. നമ്മളുടെ ഒരു ഇൻഫ്ലമേഷൻ്റെ സൈൻസ് ലൈക്ക് ഡോളർ റൂബർ കാലർ ട്യൂമർ ലൈക്ക് റെഡ്നസ്, സ്വെല്ലിംഗ്, ഇൻക്രീസ് ടെമ്പറേച്ചർ, പിന്നെ അതേപോലെ ഡിക്രീസ്ഡ് ഫങ്ഷൻ, ഇതൊന്നും നമ്മൾ കാണത്തില്ല. നമ്മൾ ഇൻഫ്ലമേഷൻ്റെ 5 സൈൻസ് ഇവിടെ കാണത്തില്ല. ബട്ട് നെക്രോസിസിൽ അത് കാണാറുണ്ട്. പിന്നെ ഇത് യൂഷ്വലി എഫക്റ്റ് ചെയ്യുന്നത് സ്മോൾ ഗ്രൂപ്പ് ഓഫ് സെൽസ് അല്ലെങ്കിൽ 1-2 സെല്ലുകളെയോ ഇങ്ങനെ ആയിരിക്കും. നമ്മളുടെ നെക്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു സ്ഥലത്തേക്ക് ബ്ലഡ് എത്താതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി വരുന്ന ടിഷ്യൂ എല്ലാം മരിച്ചു പോകും, ഇവിടുന്ന് ബ്ലഡ് സ്റ്റക്കായി കഴിഞ്ഞാൽ. ബട്ട് അപ്പോപ്റ്റോസിസിൽ അങ്ങനെയല്ല, യൂഷ്വലി കുറച്ച് നമ്പർ ഓഫ് സെൽസ് ആണ്. പിന്നെ മെയിനായിട്ട് നോക്കേണ്ടത് ഇത് കാസ്പേസ് എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ഡിപ്പെൻഡൻ്റ് ആണ്. ഈ ഒരു പ്രോട്ടീനാണ് നമ്മളുടെ അപ്പോപ്റ്റോസിനെ കൺട്രോൾ ചെയ്യുന്നത്. അത് നമുക്ക് അന്നൊരു പാത്വേ നോക്കുമ്പോൾ മനസ്സിലാക്കാം. പിന്നെ എന്തൊക്കെ ടൈപ്പ് ഓഫ് നെക്രോസിസ് ഉണ്ട് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ഫിസിയോളജിക്കലും ഉണ്ട്, പാത്തോളജിക്കലും ഉണ്ട്. ഇപ്പോൾ ഫിസിയോളജിക്കലി നമ്മളുടെ ബോഡി സ്വന്തമായിട്ട് സെല്ലുകളെ കൊല്ലാൻ നോക്കുന്നു. എന്തെങ്കിലും ഒരു ആവശ്യം കാരണം സെല്ലിനെ കൊല്ലാൻ നോക്കുന്നത് നാച്ചുറലി നമുക്ക് കുഴപ്പമില്ലാതെ ചെയ്യുന്നതാണ് ഫിസിയോളജിക്കൽ. അതേസമയം ചില രോഗ സിറ്റുവേഷൻസിലും നമ്മൾക്ക് പാത്തോളജിക്കലായിട്ട് അപ്പോപ്റ്റോസിസ് നടക്കാറുണ്ട്. ഇതുണ്ടോ, ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അപ്പോപ്റ്റോസിസിൻ്റെ സിറ്റുവേഷൻ ലൈക്ക് പ്രോഗ്രഷൻ കാണാൻ പറ്റും. ലൈക്ക് നോർമൽ സെല്ലായിരുന്നു, അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടൻസേഷൻ നടക്കും, ആ സെല്ല് ചെറുതാകാൻ തുടങ്ങും. ഈ അപ്പോപ്റ്റോസിസിൻ്റെ ഒരു മെയിൻ സിംറ്റമാണ് സെൽ ഷ്രിങ്കേജ് അല്ലെങ്കിൽ സെൽ ചെറുതാകുന്നത്. ആ സെൽ ചെറുതായി കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ കഷ്ണങ്ങളാകാൻ തുടങ്ങും, ഫ്രാഗ്മെൻറ്റ് ആകാൻ തുടങ്ങും. ഫ്രാഗ്മെൻറ്റേഷൻ നമ്മൾ കാണും. അത് കഴിഞ്ഞിട്ട് ഈ സെല്ല് അപ്പോപ്റ്റോട്ടിക് ബോഡീസ് ആവും. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നെക്രോസിസ് നോക്കുവാണെങ്കിൽ, ഇപ്പോൾ നെക്രോസിസിൻ്റെ സെല്ല് ഡാമേജ് ആകുമ്പോൾ അതിൻ്റെ സെൽ മെംബ്രെയിനും ഡാമേജ് ആവാറുണ്ട്. അപ്പോൾ സെല്ലിൻ്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം പുറത്തേക്ക് വരും എന്ത് നെക്രോസിസിൽ. ബട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സെല്ലിൻ്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം ഡാമേജ് ആവും, ബട്ട് സെല്ലിൻ്റെ മെംബ്രെയിൻ റിമെയിൻസ് ഇൻടാക്ട്. സെല്ലിൻ്റെ പുറമേ ഉള്ള മെംബ്രെയിന് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ്, ഈ സെല്ല് ചെറിയ ചെറിയ കഷ്ണങ്ങളായി ഫ്രാഗ്മെൻറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഇതെല്ലാം ചെറിയ ഉണ്ടകളായിട്ട് നിൽക്കും. കാരണം എന്താ, ഇതിൻ്റെ പുറമേ ഉള്ള സെൽ മെംബ്രെയിന് വലിയ പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ല. അത് കാരണം they will remain like these small particles. സോ അതിനെ നമ്മൾ അപ്പോപ്റ്റോട്ടിക് ബോഡീസ് എന്ന് വിളിക്കും. അത് നമുക്ക് നോക്കാം. പിന്നെ ഫിസിയോളജിക്കൽ അപ്പോപ്റ്റോസിസ് എപ്പോഴൊക്കെയാണ്? ഫിസിയോളജിക്കൽ നമ്മൾ പറഞ്ഞു നമ്മളുടെ ബോഡി സ്വന്തമായിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതൊരു രോഗത്തിൻ്റെ ഭാഗമല്ലാത്ത രീതിയിൽ വരുന്ന അപ്പോപ്റ്റോസിസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് എംബ്രിയോജെനസിസ്. അപ്പോൾ നമ്മളുടെ ഒരു എന്താ പറയുന്നത്, എംബ്രിയോ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ അമ്മയുടെ ശരീരത്തിൻ്റെ യൂട്രസിൻ്റെ അത് എംബ്രിയോ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളുടെ എംബ്രിയോയിൽ കുറേ സാധനങ്ങൾ ഡെവലപ്പ് ആവാറുണ്ട്. അത് പതുക്കെ ഡിസ്ട്രോയ് ആവുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ കൊച്ചിൻ്റെ കൈ കണ്ടോ, ഈ വിരലുകൾക്കിടയിൽ വി ക്യാൻ സി എ ടിഷ്യൂ. ആ വിരലുകൾ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല, അതിൻ്റെ ഇടയിൽ ഒരു ടിഷ്യൂ ഉണ്ട്. ഇത് നമ്മൾക്ക് എല്ലാവർക്കും നമ്മളൊരു എംബ്രിയോ ആയിരിക്കുമ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു. നമ്മളുടെ എന്താ പറയുന്നത്, താറാവിൻ്റെയൊക്കെ പോലെ വിരലുകൾ പോലെ ഇങ്ങനെ വെബ്ഡായിരുന്നു അല്ലേ. ഈ വിരലിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇതുപോലെ ടിഷ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും അത് നമ്മൾക്ക് ഭാവിയിൽ അതേപോലെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ഫിംഗേഴ്സിൻ്റെ ഒരു ഡെക്സ്റ്ററിറ്റിയും കാര്യങ്ങളൊക്കെ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുമോ? ഇല്ല. അപ്പോൾ അവിടെ ടിഷ്യൂ വന്നതുകൊണ്ട് അപ്പോൾ നമ്മളുടെ ബോഡി എന്ത് ചെയ്യും, നാച്ചുറലി ഇതിനെ അപ്പോപ്റ്റോസിസ് ഉപയോഗിച്ച് ഇവിടെയുള്ള ആ സെല്ലുകളെ കൊന്ന് അവിടെ നമ്മളുടെ വിരലുകളെ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കും. ഇതേപോലെ കുറേ സിറ്റുവേഷൻസിൽ കാണാറുണ്ട്. പിന്നെ WBC ആഫ്റ്റർ ഇൻഫെക്ഷൻ.
എന്ന് വെച്ചാൽ ഒരു ഇൻഫെക്ഷൻ സംഭവിക്കുമ്പോഴത്തേക്കും നമ്മൾക്കറിയാം നമ്മളുടെ WBC വൈറ്റ് ബ്ലഡ് സെല്ലുകൾ നമ്മളുടെ ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെല്ലുകളുടെ എണ്ണം കൂടാറുണ്ട്. ഇത് നമ്മൾ ഒരു ഇൻഫെക്ഷൻ ആയ ഒരു പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് WBC ഇൻക്രീസ് ചെയ്ത് കാണാം. ബട്ട് നമ്മൾക്ക് ഇൻഫെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ WBCൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ഇത് വെറുതെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഈ സെല്ലുകളുടെ നമ്പർ കൂടുതലാണ്. അപ്പോൾ ഈ സെല്ലുകൾക്ക് നമ്മൾ ഫുഡും കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഈ എന്താ പറയുന്നത്, ഈ കൊട്ടേഷന് ഗുണ്ടകൾ വിളിച്ച് കൊട്ടേഷൻ കഴിഞ്ഞിട്ട് അവരെ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് കഴിഞ്ഞ് അവരെ പിരിച്ചുവിടുമല്ലോ. അതുപോലെ തന്നെ ഈ WBC അവരെ കൊല്ലാറുണ്ട്. ഈ WBCയെ നമ്മുടെ ബോഡി അപ്പോപ്റ്റോട്ടിക്കലി കൊല്ലാറുണ്ട്. കാരണം വെറുതെ നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്തിരിക്കാൻ. പിന്നെ അതേപോലെ മെയിനായിട്ട് കാണുന്നത് മെൻസ്ട്രൽ സൈക്കിളിലും ഇതേപോലെ നമ്മളുടെ ടിഷ്യൂസ് ഫോം ചെയ്യാറുണ്ട്, പിന്നെ അത് ഡിസ്ട്രോയ് ആവാറുണ്ട്. അപ്പോൾ അതൊരു സൈക്ലിക്കലായിട്ട് നടക്കാറുണ്ട്. ഇഫ് ദർ ഇസ് നോ ഫെർട്ടിലൈസേഷൻ നടക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീൻ്റെ ശരീരത്തിൽ നാച്ചുറലി എല്ലാ മാസവും മെൻസ്ട്രൽ സൈക്കിൾ നടക്കാറുണ്ട്. അതേപോലെ ഈ മെൻസ്ട്രൽ സൈക്കിൾ കൺട്രോൾ ചെയ്യുന്നതും അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ ഒക്കർ ചെയ്യുന്നതും അപ്പോപ്റ്റോസിസിലൂടെ തന്നെയാണ്. പിന്നെ ഇവിടെ നിങ്ങൾ ഈ ഡയഗ്രാം നോക്ക്, ഈ WBC ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഈ WBC നമ്മൾ കുറച്ച് മുമ്പേ കണ്ടതുപോലെ ഫ്രാഗ്മെൻറ്റ്സ് ആവും, സെല്ല് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാവും. എന്തുകൊണ്ട്? പുറമേ ഉള്ള സെൽ മെംബ്രെയിൻ ഡിസ്ട്രോയ് ആവാത്തതുകൊണ്ട്. ബട്ട് അപ്പോൾ ഇതിങ്ങനെ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് തന്നെ നിൽക്കും. ഇത് നമുക്കിവിടെ മൈക്രോസ്കോപ്പിക്കലും കാണാം. കണ്ടൻസേഷൻ കാണാം. ഇത് നോർമലായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടൻസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇത് ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആയി അപ്പോപ്റ്റോട്ടിക് ബോഡീസ് ആയിട്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. പിന്നെ പാത്തോളജിക്കൽ അപ്പോപ്റ്റോസിസ്, ഇതെപ്പോഴാണ് ഒരു രോഗത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോപ്റ്റോസിസ് സംഭവിക്കുക? നമുക്ക് നോക്കാം. DNA ഡാമേജ്, എസ്പെഷ്യലി പറഞ്ഞാൽ അൾട്രാവയലറ്റ് റേസ് ഉപയോഗിക്കുമ്പോൾ അല്ലേ, നമ്മളുടെ സൂര്യൻ്റെ വെളിച്ചം അല്ലെങ്കിൽ അൾട്രാവയലറ്റ് ആയിട്ടുള്ള റേസോ അല്ലെങ്കിൽ അയോണിക് ആയിട്ടുള്ള റേഡിയേഷനോ നമ്മളുടെ സെല്ലുകളിൽ അടിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ DNA ഡാമേജ് ചെയ്യും. അങ്ങനെ DNA ഡാമേജ് സംഭവിച്ച സെല്ലുകളെ നമ്മൾ വളർത്താൻ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറ്റ് ക്യാൻ ബിക്കം ക്യാൻസറസ് അല്ലേ, ക്യാൻസർ ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മളുടെ ബോഡി നാച്ചുറലി ഇങ്ങനെ DNA ഡാമേജ് കാണുന്ന സെല്ലുകളെ നാച്ചുറലി കൊല്ലാറുണ്ട്. അപ്പോൾ ഇത് വിടാതിരുന്നു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി പാത്തോളജിക്കൽ, ഇതൊരു രോഗമായിട്ട് വരാം, ക്യാൻസറായിട്ട് വരാം അല്ലേ. സോ ദിസ് ക്യാൻ ഹാപ്പൻ. പിന്നെ അതേപോലെ വൈറൽ ഹെപ്പറ്റൈറ്റിസ്, നമ്മൾക്ക് ഹെപ്പറ്റൈറ്റിസ് ABCD അങ്ങനെ കുറേ ഹെപ്പറ്റൈറ്റിസുകളുണ്ട്. നമ്മുടെ ലിവറിൽ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരു വൈറസാണ്. അപ്പോൾ ഇങ്ങനത്തെ വൈറൽ ഇൻഫെക്ഷൻ നമ്മുടെ ലിവറിന് വന്ന് നമ്മളുടെ സിറോസിസും കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ലിവർ ഡാമേജിലേക്കോ പോകുവാണെങ്കിൽ നമ്മൾ ഇവയാളുടെ ലിവർ എടുത്ത് നോക്കുകയാണെങ്കിൽ വി ക്യാൻ സി കൗൺസിൽമാൻ ബോഡീസ്. ഈ കൗൺസിൽമാൻ ബോഡീസ് ഇവരുടെ ലിവറിൻ്റെ അകത്ത് കാണാൻ പറ്റും. ദിസ് ഇസ് അപ്പോപ്റ്റോസിസ്. ഇത് ഇവരുടെ ലിവറിൽ നടക്കുന്ന അപ്പോപ്റ്റോട്ടിക് ബോഡീസ് ആണ്. ഓക്കെ, വി കോൾ ദാറ്റ് കൗൺസിൽമാൻ ബോഡീസ്, വളരെ ഇമ്പോർട്ടൻ്റ് ഇൻ പാത്തോളജി. പിന്നെ അതേപോലെ ട്രാൻസ്പ്ലാന്റ് റിജക്ഷൻ, നമ്മളിപ്പോൾ ഒരാൾക്ക് നമ്മളുടെ ഓർഗൻ ഡൊണേറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കിഡ്നി ഒരാൾക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വേറൊരാളുടെ കിഡ്നി റിസീവ് ചെയ്യുവാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ ചില സമയത്ത് നമ്മളുടെ ബോഡി കറക്റ്റ് മാച്ച് അല്ലെങ്കിൽ ഇവരുടെ ശരീരമായിട്ട് നമ്മളുടെ അല്ലെങ്കിൽ ഇവരുടെ ഇമ്മ്യൂണിറ്റി ആയിട്ട് നമ്മളുടെ ബോഡിക്ക് മാച്ചിങ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഇതിനെ കൊല്ലാൻ നോക്കും. കാരണം അത് നോക്കുമ്പോൾ ഇതിന്ന് വേറെ എവിടെ നിന്നുള്ളൊരു ഓർഗൻ വന്ന് എൻ്റെ ശരീരത്തിൽ ഇരിക്കുന്നു എന്നും പറഞ്ഞ് ഇതിനെ കൊല്ലാൻ നോക്കും. അതും അപ്പോപ്റ്റോസിസ് ആണ്. ഇത് യൂഷ്വലി സംഭവിക്കാറുണ്ട്. അത് കാരണം നമ്മൾ ഈ ഈ ട്രാൻസ്പ്ലാന്റേഷൻസ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവരുടെ ബോഡിയിൽ ലൈക്ക് ഇമ്മ്യൂണോ സപ്രസീവ് തെറാപ്പി കൊടുത്തുകൊണ്ടിരിക്കും, നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ സപ്രസ് ചെയ്തുകൊണ്ടിരിക്കും, കാരണം ഈ റിജക്ഷൻ വരാതിരിക്കാൻ വേണ്ടി. പിന്നെ അതേപോലെ തന്നെ നൈറ്റ് ബ്ലൈൻഡ്നസ്, എനിക്ക് ചെറിയൊരു ജലദോഷമുണ്ട്, ഐ എം സോറി അബൌട്ട് ദാറ്റ്. സോ നൈറ്റ് ബ്ലൈൻഡ്നസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് വിറ്റമിൻ എൻ്റെ കുറവ് കാരണം നമ്മളുടെ കണ്ണിൻ്റെ റോഡ് സെല്ലുകൾ, നമുക്കറിയാം 2 ടൈപ്പ് ഓഫ് സെല്ലുകൾ കണ്ണിലുണ്ട്, റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ് അല്ലേ. അപ്പോൾ ഈ കോൺ സെൽസ് നമ്മുടെ കളർ വിഷൻ തരുന്നു, റോഡ് സെൽസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ തരുന്നു. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ തരുന്ന റോഡ് സെല്ലുകൾ അപ്പോപ്റ്റോട്ടിക്കലി മരിച്ചു പോകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നസ് സംഭവിക്കും. സോ ഇതൊക്കെ കുറച്ച് എക്സാമ്പിൾസ് ഓഫ് പാത്തോളജിക്കൽ അപ്പോപ്റ്റോസിസ് ആണ്. പിന്നെ ഒരുപാട് അപ്പോപ്റ്റോസിസ് നമ്മൾ കാണുന്നത് ഒന്ന് ന്യൂറോ ഡിജനറേറ്റീവ് ഡിസീസസ് ലൈക്ക് അൽഷൈമേഴ്സ് വരുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങൾ സ്വന്തമായിട്ട് അപ്പോപ്റ്റോട്ടിക്കലി മരിച്ചു പോകാറുണ്ട്. സോ ഇൻ ദാറ്റ് ആൻഡ് ഓൾസോ ഇൻ വൈറൽ ഇൻഫെക്ഷൻസിൽ നമ്മൾ അപ്പോപ്റ്റോസിസ് ഒരുപാട് കാണാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ഈ അപ്പോപ്റ്റോസിസിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ ജീൻസ് ഓഫ് അപ്പോപ്റ്റോസിസ് ദി കൺട്രോൾ ദി അപ്പോപ്റ്റോസിസ് അല്ലേ. അപ്പോപ്റ്റോസിസ് നമ്മളുടെ ബോഡിയിൽ ജെനറ്റിക്കലി കൺട്രോൾ ചെയ്യുന്നത് ഈ ജീൻസ് ആണ്. അപ്പോൾ 2 ടൈപ്പ് അല്ലെങ്കിൽ ആക്ച്വലി 3 ടൈപ്പ് ഉണ്ട്. നമ്മളിപ്പോൾ മെയിനായിട്ട് ഈ 2 നോക്കാം. ഈ 2 ടൈപ്പ് ഓഫ് ജീൻസ് ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുന്ന, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കാറിൻ്റെ കൺട്രോൾ നോക്കുകയാണെങ്കിൽ കാറിൻ്റെ സ്പീഡ് കൂട്ടാൻ ആക്സിലറേറ്റർ ഉണ്ട്, അതേപോലെ കാറിൻ്റെ സ്പീഡ് കുറയ്ക്കാനായിട്ട് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ കൂട്ടാനും കുറയ്ക്കാനും ഉള്ള സാധനം വേണം അല്ലേ.
അതേപോലെ അപ്പോപ്റ്റോസിസ് നോക്കുകയാണെങ്കിൽ വി ക്യാൻ സി പ്രോ അപ്പോപ്റ്റോട്ടിക് ജീൻസ് ആൻഡ് ആൻറ്റി അപ്പോപ്റ്റോട്ടിക് ജീൻസ്. അപ്പോപ്റ്റോസിസ് ലൈക്ക് ഇൻക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്പോപ്റ്റോസിസ് കോസ് ചെയ്യുന്ന ജീൻസ് ഉണ്ട്, അപ്പോപ്റ്റോസിസ് പ്രിവെൻറ്റ് ചെയ്യുന്ന ജീൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ അപ്പോപ്റ്റോസിസ് രണ്ടും അതിൻ്റെ കൺട്രോൾ പോലെ ഇരിക്കും, ലൈക്ക് അതിൻ്റെ സിറ്റുവേഷൻ പോലെ ഇരിക്കും, അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ക്യാൻസറസ് ആയിട്ടുള്ള ഒരു സെല്ല് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുകയാണ്. ഫോർ എക്സാമ്പിൾ DNA ഡാമേജ് കാരണം ഒരു ക്യാൻസറസ് സെല്ല് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ബോഡി അതിനെ നാച്ചുറലി കൊല്ലാൻ നോക്കണം അല്ലേ. അപ്പോൾ ഫോർ ദാറ്റ് വി നീഡ് പ്രോ അപ്പോപ്റ്റോട്ടിക് ജീൻസ്. അപ്പോൾ അവിടെ നമ്മുടെ ഈ അപ്പോപ്റ്റോട്ടിക് ജീൻസ് ആയ നമ്മുടെ BAK, BAX, P53 ഇങ്ങനത്തെയൊക്കെ ജീൻസ് വന്ന് ഈ സെല്ലുകളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം, അല്ലെങ്കിൽ അത് ക്യാൻസറായി മാറും. അതേപോലെ ആൻറ്റി അപ്പോപ്റ്റോട്ടിക് ജീൻസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ സെല്ല് ഒരു ആവശ്യമില്ലാതെ ചിലപ്പോൾ നമ്മുടെ സെൽ അപ്പോപ്റ്റോസിസിലേക്ക് പോകാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ അങ്ങനെ പോകണ്ട, നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്, നീ മരിക്കണ്ട എന്ന് പറയുന്ന കുറച്ച് ജീൻസ് ഉണ്ട്. ദേ ആർ ആൻറ്റി അപ്പോപ്റ്റോട്ടിക് ജീൻസ്. സോ അവർ BCL2 ജീൻ, BCLXL ജീൻസ് അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ പിന്നെ രണ്ട് സാധനം നോക്കേണ്ടത് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്. നമ്മൾ കോർട്ടിസോൾ പോലത്തെ ഹോർമോൺസും കാര്യങ്ങളെല്ലാം ഈ പ്രോ അപ്പോപ്റ്റോട്ടിക് ആണ്, സെല്ലുകളെ മരിക്കാൻ വിടുന്ന ഒരു ഹോർമോണാണ്. അതേപോലെ സെക്സ് സ്റ്റെറോയിഡ്സ്, ഇത് രണ്ടും സ്റ്റെറോയിഡൽ ഹോർമോൺസ് ആണ്. അപ്പോൾ സെക്സ് സ്റ്റെറോയിഡ്സ് ഫോർ എക്സാമ്പിൾ എസ്ട്രോജൻ, ടെസ്റ്റോസ്റ്റെറോൺ കാര്യങ്ങളൊക്കെ ആൻറ്റി അപ്പോപ്റ്റോട്ടിക് ആണ്. ഇനി നോക്കേണ്ടത് പാത്വേസ് ഓഫ് അപ്പോപ്റ്റോസിസ്. നമുക്ക് രണ്ട് രീതിയിൽ അപ്പോപ്റ്റോസിസ് ട്രിഗർ ചെയ്യാം. വി ക്യാൻ ട്രിഗർ ഇൻട്രിൻസിക്കലി ആൻഡ് എക്സ്ട്രിൻസിക്കലി. ഇൻട്രിൻസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിൻ്റെ അകത്ത് തന്നെയുള്ള മൈറ്റോകോൺട്രിയയ്ക്ക് സെല്ലിൻ്റെ അകത്ത് നിന്ന് തന്നെ അപ്പോപ്റ്റോസിസ് ട്രിഗർ ആയി കഴിഞ്ഞാൽ വി കോൾ ദാറ്റ് ഇൻട്രിൻസിക്, സെല്ലിൻ്റെ അകത്ത് തന്നെ. അതേപോലെ തന്നെ ഇപ്പോൾ സെല്ലിന് പുറമെ, സെല്ലിൻ്റെ പുറത്ത് നിന്ന് എന്തെങ്കിലും ഒരു സിഗ്നൽ വന്നിട്ട് സെല്ല് അപ്പോപ്റ്റോസിസ് നടക്കുകയാണെങ്കിൽ വി കോൾ ദാറ്റ് എക്സ്ട്രിൻസിക്. സോ എക്സ്ട്രിൻസിക് ഉണ്ട്, അതേപോലെ ഇൻട്രിൻസിക്കും ഉണ്ട്. സെല്ലിൻ്റെ അകത്ത് നിന്നും സെല്ലിൻ്റെ പുറത്ത് നിന്നും അപ്പോപ്റ്റോസിസ് സംഭവിക്കാം. അപ്പോൾ അതിൻ്റെ സോ ഇൻട്രിൻസിക് പാത്വേ നോക്കാം. ഇൻട്രിൻസിക് പാത്വേ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സെല്ല് സ്വന്തമായിട്ട് സെല്ലിൻ്റെ അകത്ത് തന്നെ അപ്പോപ്റ്റോസിസിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സിഗ്നൽ വരുന്നതിനാണ് നമ്മൾ ഇൻട്രിൻസിക് പാത്വേ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളുടെ സെല്ലിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് വേണ്ട ഒരു ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ അല്ലേ. ഗ്രോത്ത് ഹോർമോൺ. അപ്പോൾ ഈ ഹോർമോൺ ഉണ്ടെങ്കിൽ അപ്പോപ്റ്റോസിസ് സംഭവിക്കുമോ? ഇല്ല, കാരണം ഇത് വളരാൻ വേണ്ടിയിട്ടുള്ളൊരു ഹോർമോണാണ് അല്ലേ, പേരിൽ തന്നെ ഉണ്ട്. ഈ ഗ്രോത്ത് ഹോർമോൺ ഉണ്ടെങ്കിൽ, ഇഫ് ദർ ഇസ് ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് ഗ്രോത്ത് ഹോർമോൺ, അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഗ്രോത്ത് ഹോർമോൺ ലെവൽ ഉണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ, ഇവിടെ നമ്മളുടെ ആൻറ്റി അപ്പോപ്റ്റോട്ടിക് ജീൻസ് ആയിരിക്കും വർക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മളുടെ BCL2, പിന്നെ അതേപോലെ BCLXL അങ്ങനത്തെ പോലത്തെ ആൻറ്റി അപ്പോപ്റ്റോട്ടിക് ആയിട്ടുള്ള ജീൻ, ആൻറ്റി അപ്പോപ്റ്റോട്ടിക്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ദർ ഇസ് നോ അപ്പോപ്റ്റോസിസ് ആണല്ലോ. അപ്പോൾ ഗ്രോത്ത് ഹോർമോൺ ഉണ്ടെങ്കിൽ സെല്ല് വളരും, കാരണം എന്താ? അപ്പോപ്റ്റോസിസ് സംഭവിക്കില്ല. ആൻഡ് വാട്ട് അബൌട്ട് ഡിക്രീസ്ഡ് എമൗണ്ട് ഓഫ് ഗ്രോത്ത് ഹോർമോൺ? എങ്ങനെ ഗ്രോത്ത് ഹോർമോൺ കുറയുവാണെങ്കിലോ ആരായിരിക്കും അവിടെ എക്സ്പ്രസ് ആവുക? ദർ വിൽ ബി പ്രോ അപ്പോപ്റ്റോട്ടിക് ജീൻസ് വർക്കിംഗ് അല്ലേ. പ്രോ അപ്പോപ്റ്റോട്ടിക് ആയിട്ടുള്ള ജീൻസ് ആരൊക്കെയാണ്? മെയിൻലി നമ്മളുടെ BAX, BAK, പിന്നെ അതേപോലെ P53 ഇങ്ങനത്തെ ജീൻസൊക്കെ ആയിരിക്കും അവിടെ ആക്ട് ചെയ്യുക. അപ്പോൾ ഗ്രോത്ത് ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ ആൻറ്റി അപ്പോപ്റ്റോട്ടിക് ജീൻസ് വർക്ക് ചെയ്യും, ഗ്രോത്ത് ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രോ അപ്പോപ്റ്റോട്ടിക് ജീൻസ് വർക്ക് ചെയ്യും, അവിടെ അപ്പോപ്റ്റോസിസ് സംഭവിക്കും അല്ലേ, സെല്ല് മരിക്കുക സംഭവിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള മെക്കാനിസം നോക്കാം. അപ്പോൾ നമ്മളൊരു സെല്ലെടുത്ത് നോക്കുകയാണെങ്കിൽ സെല്ലിൻ്റെ അകത്ത് നമുക്കറിയാം മൈറ്റോകോൺട്രിയാസ് ഉണ്ട് അല്ലേ. ആനിമൽ സെല്ലാണെങ്കിൽ അതിൻ്റെ അകത്ത് മൈറ്റോകോൺട്രിയാസ് ഉണ്ട്. അപ്പോൾ ഈ മൈറ്റോകോൺട്രിയാസിൻ്റെ അകത്ത് വേറൊരു സാധനം ഉണ്ട്, സൈറ്റോക്രോം C എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ഉണ്ട്. ഈ സൈറ്റോക്രോം C യൂഷ്വലി നമ്മളുടെ ഈ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ, നമ്മളുടെ റെസ്പിറേഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ സെല്ല് ATP ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടീനാണ്. അപ്പോൾ നോർമലി ഈ പ്രോട്ടീൻ മൈറ്റോകോൺട്രിയയ്ക്ക് അകത്താണ് ഇരിക്കേണ്ടത്. ബട്ട് എങ്ങാനും എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കാരണം ഇത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, സൈറ്റോപ്ലാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സെല്ലിന് അപ്പോപ്റ്റോസിസ് സംഭവിക്കും. അപ്പോൾ നമ്മൾ ഇൻട്രിൻസിക് പാത്വേയിൽ നോക്കേണ്ടത് എങ്ങനെയാണ് ഇത് ഈ സൈറ്റോക്രോം C മൈറ്റോകോൺട്രിയയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാരണം കൊണ്ടാണ് അത് പുറത്തേക്ക് വരുന്നത്, എന്തൊക്കെ കാരണം കൊണ്ട് അത് പുറത്തേക്ക് വരാതിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മൈറ്റോകോൺട്രിയ എടുക്കാം. മൈറ്റോകോൺട്രിയയ്ക്ക് അകത്ത് നമ്മൾക്കറിയാം സൈറ്റോക്രോം C ഉണ്ട്. ഈ സൈറ്റോക്രോം C പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോപ്റ്റോസിസ്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആരായിരിക്കും ഹെൽപ്പ് ചെയ്യുക? എപ്പോഴും നമ്മുടെ ആൻറ്റി അപ്പോപ്റ്റോട്ടിക് ജീൻസ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ BCL2 പോലത്തെയുള്ള ജീൻസ്, അല്ലെങ്കിൽ BCL2 BA
BCL-XL പോലത്തെ ജീൻസ് പുറത്തുണ്ടെങ്കിൽ ദെയർ വിൽ ബി നോ അപ്പോപ്റ്റോസിസ്. ഈ സൈറ്റോക്രോം സീനെ മൈറ്റോകോൺട്രിയക്കകത്ത് തന്നെ വെക്കും, സെല്ല് നോർമൽ ഫങ്ഷൻസ് ചെയ്യും. ഇനി അഥവാ ഈ സെല്ല് ഒരു മരിക്കേണ്ട ഒരു സെല്ലാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ സെല്ലിലൊരു വൈറൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ സെല്ല് വല്ല ക്യാൻസറസായി മാറുകയാണെങ്കിൽ നമ്മൾക്ക് പിന്നെ ഈ സെല്ലിനെ വളർത്താൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സെല്ലിൽ ഇപ്പോൾ ഗ്രോത്ത് ഹോർമോണിൻ്റെ കൺട്രോൾ കാരണം ഇവിടെ പ്രോ അപ്പോപ്റ്റോട്ടിക് ജീൻസായ നമ്മളുടെ BAK അല്ലെങ്കിൽ BAK അല്ലെങ്കിൽ BAX പോലത്തെ ജീൻസ് വരും. ഈ BAK അല്ലെങ്കിൽ BAX പോലത്തെ ജീൻസ് എന്ത് ചെയ്യും? ഈ സൈറ്റോക്രോം സീനെ പുറത്തേക്ക് ഇറക്കും. അങ്ങനെ സൈറ്റോക്രോം സി മൈറ്റോകോൺട്രിയയിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്ക് പുറത്തേക്ക് ഇറങ്ങി എന്ത് സംഭവിക്കും? അപ്പോപ്റ്റോസിസ് സംഭവിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് ആ സെല്ലിനെ കൊല്ലാൻ പറ്റും. അപ്പോൾ എന്താണ് BCL2-നെ BAK-നും ട്രിഗർ ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചു, ഗ്രോത്ത് ഹോർമോണാണ്. അപ്പോൾ ഗ്രോത്ത് ഹോർമോൺ ഉണ്ടെങ്കിൽ, ഗ്രോത്ത് ഹോർമോൺ ഹൈ ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളുടെ BCL2 എക്സ്പ്രസ്ഡ് ആയിട്ട് നിൽക്കും, അവിടെ അപ്പോപ്റ്റോസിസ് സംഭവിക്കത്തില്ല. അതേസമയം ഇപ്പോൾ നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ ലോ ആണെങ്കിൽ, ഗ്രോത്ത് ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ BAK അല്ലെങ്കിൽ BAX ഹോർമോൺസ് BAX അല്ലെങ്കിൽ BAK പ്രോട്ടീൻസ് ജീൻസ് എക്സ്പ്രസ് ആവും. അവിടെ നിന്ന് ആ മൈറ്റോകോൺട്രിയയിൽ നിന്നുള്ള സൈറ്റോക്രോം സി പുറത്തേക്ക് ഇറങ്ങും, അപ്പോപ്റ്റോസിസ് സംഭവിക്കും. സോ ആ ഗ്രോത്ത് ഹോർമോൺ ആണ് ഇൻട്രിൻസിക് പാത്വേ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഒന്നും കൂടെ ടെക്നിക്കലി നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോൾ അപ്പോപ്റ്റോസിസ് ഇൻട്രിൻസിക് പാത്ത് വഴി സംഭവിക്കുകയാണെങ്കിൽ അറിയാം, ഗ്രോത്ത് ഹോർമോൺ കുറയും. ഗ്രോത്ത് ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ അവിടെ ഈ ആൻറ്റി അപ്പോപ്റ്റോട്ടിക് ആയിട്ടുള്ള BCL2 പോലത്തെ ജീൻസ് കുറയും. അവിടെ BAK BAX പോലത്തെ എൻസൈംസ് അല്ലെങ്കിൽ ജീൻസ് കൂടും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കും? ദേ ആർ പ്രോ അപ്പോപ്റ്റോട്ടിക്. ആ പ്രോ അപ്പോപ്റ്റോട്ടിക് ആയിട്ടുള്ള ജീൻസ് കൂടുമ്പോഴത്തേക്കും ദെയർ വിൽ ബി ഇൻക്രീസ്ഡ് മൈറ്റോകോൺട്രിയൽ പെർമിയബിലിറ്റി. ആ മൈറ്റോകോൺട്രിയയിൽ നിറയെ ഓട്ടകൾ വീഴും. അങ്ങനെ ഓട്ടകൾ വീണാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ അകത്തുള്ള സൈറ്റോക്രോം സി പുറത്തേക്ക് ഇറങ്ങും. സോ സൈറ്റോക്രോം സി ഇൻ ദ സൈറ്റോപ്ലാസം. ഈ സൈറ്റോക്രോം സി സൈറ്റോപ്ലാസത്തിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സംഭവങ്ങൾ നടക്കാറുണ്ട്. മെയിൻലി അവിടെ കാസ്പേസ് എന്ന് പറഞ്ഞൊരു പ്രോട്ടീനെ ആക്ടിവേറ്റ് ചെയ്യും. ഈ കാസ്പേസ് എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ നോർമലി സെല്ലിൻ്റെ അകത്ത് ഉണ്ടെങ്കിലും ദേ ആർ ഇനാക്റ്റീവ്. ബട്ട് എപ്പോഴാണോ സൈറ്റോക്രോം സി സൈറ്റോപ്ലാസത്തിലേക്ക് വരുന്നത്, മൈറ്റോകോൺട്രിയയിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ ഈ ഇനാക്റ്റീവ് ആയിട്ടുള്ള കാസ്പേസ് 9-നെ ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിക്കും? ഈ കാസ്പേസ് 9-നെ നമ്മൾ ഇനീഷ്യേറ്റർ കാസ്പേസ് എന്ന് വിളിക്കാറുണ്ട്. കാരണം ഇത് അപ്പോപ്റ്റോസിസിനെ ഇനീഷ്യേറ്റ് ചെയ്യാറുണ്ട്. ഈ കാസ്പേസ് 9 എന്ത് ചെയ്യും? ഈ കാസ്പേസ് 3, 6 and 7 എന്ന് പറഞ്ഞ എക്സിക്യൂഷണർ കാസ്പേസുകളെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ എക്സിക്യൂഷണർ കാസ്പേസ് പോയിട്ട് പ്രോട്ടിയേസ് പിന്നെ അതേപോലെ എൻഡോന്യൂക്ലിയസ് എന്ന് പറഞ്ഞ 2 എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യും. ആ പ്രോട്ടിയേസ് എന്ന വാക്കിൽ അർത്ഥം തന്നെയുണ്ട് പ്രോട്ടിയേസ്. പ്രോട്ടീനെ ബ്രേക്ക് ചെയ്യും, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതുപോലെ എൻഡോന്യൂക്ലിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ DNA-നെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ സെല്ലിൻ്റെ അകത്തുള്ള പ്രോട്ടീനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, സെല്ലിൻ്റെ അകത്തുള്ള DNA-നെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? സെല്ല് മരിക്കും. സെല്ലിന് വേറെ പ്രോട്ടീൻസ് ഉണ്ടാക്കാൻ പറ്റില്ല, സെല്ലിന് വേറെ ഡിവിഷൻസ് ചെയ്യാൻ പറ്റില്ല, സെല്ല് മരണം സംഭവിക്കും. അപ്പോൾ ദിസ് ഇസ് ദ ഇൻട്രിൻസിക് പാത്വേ. കാരണം ഇത് സെല്ലിൻ്റെ അകത്ത് നിന്ന് തന്നെയാണ് എല്ലാ ട്രിഗറിങ്ങും സ്റ്റാർട്ട് ചെയ്തത്. സോ ദാറ്റ്സ് വൈ വി കോൾ ദിസ് ഇൻട്രിൻസിക് പാത്വേ. അപ്പോൾ ഒന്നും കൂടെ ഇവിടെ എഴുതിയേക്കുന്നത് അത് തന്നെയാണ്. ഈ BCL2 എക്സ്പ്രസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ വിൽ ഇൻഹിബിറ്റ് ദി മൂവ്മെൻറ്റ് ഓഫ് സൈറ്റോക്രോം സി. ഇത് നോർമലി വെൻ ഗ്രോത്ത് ഹോർമോൺ ഈസ് ഹൈ, നോർമലി ഒരു സെല്ലിൽ നടക്കാറുള്ളത്. അതേസമയം ഈ സൈറ്റോക്രോം സി എന്തിനു വേണ്ടിയിട്ടാണ്? സൈറ്റോക്രോം സി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദേ ആർ ഫോർ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ, നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ ബയോകെമിസ്ട്രിയിൽ നോക്കാം. പിന്നെ അതേപോലെ എങ്ങാനും ഗ്രോത്ത് ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് പറ്റും? നമ്മളുടെ പ്രോ അപ്പോപ്റ്റോട്ടിക് ജീൻസായ BAK-യും BAX-ഉം എക്സ്പ്രസ്ഡ് ആവും. അത് കാരണം പെർമിയബിലിറ്റി ഓഫ് ദ മൈറ്റോകോൺട്രിയ ഇൻക്രീസസ്. അത് കാരണം സൈറ്റോക്രോം സി സൈറ്റോപ്ലാസത്തിൽ വരും. ഈ സൈറ്റോക്രോം സി എന്ത് ചെയ്യും? കാസ്പേസ് 9-നെ ആക്ടിവേറ്റ് ചെയ്യും. കാസ്പേസ് 9 പോയിട്ട് കാസ്പേസ് 3, 6 and 7 ആക്ടിവേറ്റ് ചെയ്യും. ദേ ആർ ദി എക്സിക്യൂഷണർ കാസ്പേസ്. അവർ പോയിട്ട് എന്ത് ചെയ്യും? പ്രോട്ടിയേസസിനെയും എൻഡോന്യൂക്ലിയസിനെയും ആക്ടിവേറ്റ് ചെയ്യും. ഈ പ്രോട്ടിയേസസ് പ്രോട്ടീനെ ഡിസ്ട്രോയ് ചെയ്യും, എൻഡോന്യൂക്ലിയസ് DNA-നെ ഡിസ്ട്രോയ് ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ സെൽ ഡെത്ത് സംഭവിക്കും. അങ്ങനെ ഇൻട്രിൻസിക് പാത്വേ. ഇനി നമ്മൾ നോക്കേണ്ടത് എക്സ്ട്രിൻസിക് പാത്വേ. അപ്പോൾ എക്സ്ട്രിൻസിക് പാത്വേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ വാക്കിൽ നിന്ന് തന്നെയുണ്ട് പുറത്തു നിന്ന് വരുന്നൊരു സിഗ്നൽ കാരണം സെല്ല് മരിക്കുന്നു. ഈ പുറത്തു നിന്ന് എങ്ങനെയാണ് ഈ സിഗ്നൽ വരുന്നത്, അല്ലെങ്കിൽ എന്ത് സിഗ്നൽസ് ആണ് വരുന്നത്? യൂഷ്വലി നമ്മളുടെ ട്യൂമർ നെക്രോസിസ് ഫാക്ടർ ആൽഫ, നമ്മളുടെ WBC ഉണ്ടാക്കുന്നൊരു
ഒരു കെമിക്കൽ മെസ്സഞ്ചറാണ് അല്ലേ, ഒരു ഒരു കെമിക്കൽ മെസ്സഞ്ചറാണ് ഈ TNF ആൽഫ. അപ്പോൾ ഒരു സെല്ല് ട്യൂമറസ് അല്ലെങ്കിൽ ക്യാൻസറസ് സെല്ലായി കഴിഞ്ഞാൽ നമ്മളുടെ WBC അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വിടുന്ന ഒരു സിഗ്നലാണ് ഈ TNF ആൽഫ. ഈ TNF ആൽഫ നമുക്കറിയാം സെല്ലിൻ്റെ പുറത്ത് കൂടെ വരുന്ന ഒരു സാധനമാണ്. ഈ TNF ആൽഫ പോയിട്ട് അതിൻ്റെ റിസപ്റ്ററിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ ട്രിഗർ സെല്ലിൻ്റെ ആ TNF ആൽഫ റിസപ്റ്ററിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെല്ല് മരിക്കും. അതിനാണ് എക്സ്ട്രിൻസിക് പാത്വേ എന്ന് പറഞ്ഞാൽ. ഈ TNF ആൽഫ മാത്രമല്ല, പിന്നെ FAS ലിഗാൻഡ് എന്ന് പറഞ്ഞൊരു പ്രോട്ടീനും ഉണ്ട്. ഈ രണ്ട് സംഭവം ക്യാൻ ട്രിഗർ അപ്പോപ്റ്റോസിസ്. സോ ദീസ് ആർ ദ ട്രിഗേഴ്സ്. ഇത് എക്സ്റ്റേണൽ ട്രിഗേഴ്സ് ആണ്. ഇതുകൊണ്ട് നമ്മളിതിനെ എക്സ്ട്രിൻസിക് പാത്വേ എന്ന് പറയുന്നു. അപ്പോൾ ഇതിലെന്താ സംഭവിക്കുന്നത്, നമ്മൾ മറ്റേതിൽ കണ്ടു നമ്മളുടെ ഗ്രോത്ത് ഹോർമോൺ കുറഞ്ഞ കാരണം സൈറ്റോക്രോം സി പുറത്തേക്ക് വന്നു വന്ന കാരണം കാസ്പേസ് 9 ആക്ടിവേറ്റ് ആയി ഇൻട്രിൻസിക് പാത്വേയിൽ. ബട്ട് ഇവിടെ എന്ത് സംഭവിക്കും, ഈ TNF ആൽഫ പോലത്തെ ഈ പ്രോട്ടീൻസ് വന്നിട്ട് നമ്മളുടെ സെല്ലിൻ്റെ അകത്തുള്ള ഒരു ഡെത്ത് ഡൊമൈൻ എന്ന് പറഞ്ഞൊരു സാധനത്തിനെ ആക്ടിവേറ്റ് ചെയ്യും. ബട്ട് അതിനെക്കാട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ TNF ആൽഫ വന്നു കഴിഞ്ഞാൽ ദേ വിൽ ആക്ടിവേറ്റ് നമ്മളുടെ കാസ്പേസ് 8. സോ കാസ്പേസ് 8നെ they will activated caspase 8. നമ്മൾ ഇൻട്രിൻസിക്കലി കാസ്പേസ് 9 ആണ് കണ്ടത്. ഇവിടെ കാസ്പേസ് 8 ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയെല്ലാം സെയിം തന്നെ. കാസ്പേസ് 8 എന്ത് ചെയ്യും, നമ്മളെ കാസ്പേസ് 3, 6 and 7നെ ആക്ടിവേറ്റ് ചെയ്യും. സെയിം ആസ് ഇൻ ദി അതർ വൺ. കാസ്പേസ് 3, 6, 9 എന്ത് ചെയ്യും, വീണ്ടും നമ്മളുടെ പ്രോട്ടിയേസ് ആൻഡ് എൻഡോന്യൂക്ലിയേസ് ഈ രണ്ടിനെയും ആക്ടിവേറ്റ് ചെയ്യുന്നു. ആൻഡ് ദെൻ സെൽ ഡെത്ത് തന്നെ വീണ്ടും സംഭവിക്കുന്നു അല്ലേ, സെൽ ഡെത്ത്. അപ്പോൾ ആകെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് നമ്മളുടെ സെല്ലിൻ്റെ അകത്ത് മൈറ്റോകോൺട്രിയയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെയോ സെല്ലിൻ്റെ പുറത്തുനിന്ന് വന്നൊരു സിഗ്നൽ, നമ്മളുടെ WBC ഉണ്ടാക്കിയ ട്യൂമർ നെക്രോസിസ് ഫാക്ടർ പോലത്തെ സിഗ്നൽ കാരണം പുറത്തു നിന്ന് വന്നൊരു സിഗ്നൽ കാരണം സെല്ല് മരിച്ചാൽ എക്സ്ട്രിൻസിക് പാത്വേ, അകത്ത് നിന്ന് മൈറ്റോകോൺട്രിയയിൽ നിന്നൊരു സിഗ്നൽ കാരണം സെല്ല് മരിച്ചാൽ ഇൻട്രിൻസിക് പാത്വേ. അപ്പോൾ അതിലോർത്തിരിക്കേണ്ടത് കാസ്പേസ് 9, ഇതിലോർത്തിരിക്കേണ്ടത് കാസ്പേസ് 8. അത്രയേ ഉള്ളൂ വ്യത്യാസം, ബാക്കിയെല്ലാം സെയിം തന്നെ. ഇവിടെ നിങ്ങൾക്ക് ആ ഡയഗ്രത്തിൽ നോക്കാം. നമ്മുടെ ട്യൂമർ നെക്രോസിസ് ഫാക്ടർ വന്ന് അതിൻ്റെ റിസപ്റ്ററിലിരുന്നു. ആൻഡ് ദെൻ ദി ആക്ടിവേറ്റ് ദി ഡെത്ത് ഡൊമൈൻസ്. ഇത് അതിൻ്റെ ഒരു ഇത്തിരിയും കൂടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനം. ഇപ്പോൾ ഈ ഡെത്ത് ഡൊമൈൻ ആക്ടിവേറ്റ് എന്ത് സംഭവിക്കും, ഈ കാസ്പേസ് 8 ദേ വിൽ ബിക്കം ആക്ടിവേറ്റഡ് കാസ്പേസ് 8 അല്ലേ. കാസ്പേസ് 8 ആക്ടിവേറ്റ് ആവും. അതാണ് ഇനീഷ്യേറ്റർ കാസ്പേസ് 8. അവിടെ ഇൻട്രിൻസിക് പാത്വേയിൽ ഇനീഷ്യേറ്റർ കാസ്പേസ് 9 ആയിരുന്നു. ആൻഡ് ദിസ് വാട്ട് വിൽ ദിസ് ഡു, ഈ കാസ്പേസ് 8 പോയിട്ട് 3, 6, 7 എന്ന കാസ്പേസുകളെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ആൻഡ് ദേ വിൽ സ്റ്റാർട്ട് നമ്മളുടെ ലൈക്ക് എക്സിക്യൂഷണർ കാസ്പേസ് ആണിത്. ആൻഡ് ദേ വിൽ സ്റ്റാർട്ട് നമ്മളുടെ എൻഡോന്യൂക്ലിയസ് ആൻഡ് പ്രോട്ടിയേസ്. ആൻഡ് ദെൻ അപ്പോപ്റ്റോസിസ് സംഭവിക്കുന്നു. സോ സെയിം തിങ്. അപ്പോൾ ഒന്നെങ്കിൽ ഇറ്റ് ക്യാൻ ബി ത്രൂ ദി ട്യൂമർ നെക്രോസിസ് ഫാക്ടർ, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ത്രൂ ദി FAS ലിഗാൻഡ്. ഈ FAS ലിഗാൻഡ് പോയിട്ട് FAS റിസപ്റ്റർ അല്ലെങ്കിൽ CD95 എന്ന് പറഞ്ഞ റിസപ്റ്ററിൽ പോയി ഇരുന്നിട്ട് സെയിം തിങ് ഹാപ്പൺസ്. നമ്മുടെ കാസ്പേസ് 8 ആവുന്നു. ആ കാസ്പേസ് 8 പോയിട്ട് കാസ്പേസ് 3, 6, 7 ആക്ടിവേറ്റ് ചെയ്യുന്നു. ആൻഡ് ദെൻ ദിസ് വിൽ ട്രിഗർ ദി പ്രോട്ടിയേസ് ആൻഡ് എൻഡോന്യൂക്ലിയേസ്. അത്രേ ഉള്ളൂ. ആൻഡ് ദെൻ സെൽ ഡെത്ത് സംഭവിക്കുന്നു. സോ ദിസ് ഇസ് ദി 2 അപ്പോപ്റ്റോട്ടിക് പാത്വേസ്. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ അപ്പോപ്റ്റോസിസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ നമ്മൾക്ക് വ്യത്യാസങ്ങൾ കാണാം മൈക്രോസ്കോപ്പിക്കലി. ഞാൻ ആദ്യം തന്നെ സ്ലൈഡിൽ പറഞ്ഞു, ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക് സൈനസ് സെൽ ഷ്രിങ്കേജ്. സെൽ ചെറുതായി തുടങ്ങും, സെല്ല് ചുരുങ്ങി തുടങ്ങും. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും, മെംബ്രെയിൻ ബ്ലബിങ് സംഭവിക്കും. മെംബ്രെയിനിൽ നിറയെ കുരു പോലെ വരും. കാരണം എന്താ, നമ്മളിവിടെ എന്ത് രണ്ട് സാധനമാണ് ഇൻട്രിൻസിക് ആയാലും എക്സ്ട്രിൻസിക് ആയാലും ആക്ടിവേറ്റ് ആയത്, ദേ ആർ ന്യൂക്ലിയേസ് അല്ലേ, പ്രോട്ടിയേസ് ആൻഡ് എൻഡോന്യൂക്ലിയേസ്. അപ്പോൾ DNA-യും പ്രോട്ടീൻസും ആണ് ഇവിടെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. സെൽ മെംബ്രെയിൻ ഡിസ്ട്രക്ഷൻ ഇല്ല. ദെയർ ഇസ് നോ സെൽ മെംബ്രെയിൻ ഡിസ്ട്രക്ഷൻ. സോ സെൽ മെംബ്രെയിൻ വിൽ റിമെയിൻ ഇൻടാക്ട്. അത് കാരണം ഇതിൻ്റെ അകത്ത് മരിച്ച സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കും. അപ്പോൾ സെൽ മെംബ്രെയിൻ പൊട്ടത്തില്ല, ബട്ട് അതിൻ്റെ അകത്തുള്ള എല്ലാം മരിച്ചു. എന്നിട്ട് ഇതെല്ലാം കുരു പോലെ ഇങ്ങനെ വരുന്നു. അത് നമ്മളുടെ WBC പോയി തിന്ന് ഫാഗോസൈറ്റോസ് ചെയ്യുന്നു. ഇങ്ങനെയാണിത് അപ്പോപ്റ്റോസിസ് സംഭവിക്കുക. അപ്പോൾ ഈ
സെല്ലിൻ്റെ അകത്തുള്ള സാധനം എപ്പോഴെങ്കിലും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ? സെല്ലിൻ്റെ അകത്ത് മരിച്ച സാധനങ്ങൾ ഒരിക്കലും ഇതിൽ പുറത്തേക്ക് ഇറങ്ങില്ല. ബട്ട് നെക്രോസിസിൽ സംഭവിക്കുന്നുണ്ട്. ഇതിലങ്ങനെ പുറത്തേക്ക് ഇറങ്ങാത്തത് കാരണം ദെയർ വിൽ ഓൾവേസ് ബി നോ ഇൻഫ്ലമേഷൻ. സെല്ല് പൊട്ടുന്നില്ല, സെല്ല് ചെറുതായി പോകുന്നതേ ഉള്ളൂ, കഷ്ണങ്ങളാകുന്നതേ ഉള്ളൂ, പൊട്ടുന്നില്ല. അത് കാരണം ഇൻഫ്ലമേഷൻ ഇല്ല. ദാറ്റ് ഈസ് ദ മെയിൻ തിങ്. അപ്പോപ്റ്റോസിസിൽ ഇൻഫ്ലമേഷൻ ഇല്ല. പിന്നെ എന്ത് സംഭവിക്കും? ക്രോമാറ്റിൻ കണ്ടൻസേഷൻ. നമ്മളുടെ സെല്ലിൻ്റെ അകത്തുള്ള DNA ചുരുങ്ങി ഒരു ചെറിയ ഉണ്ട പോലെയാകും. ദാറ്റ് ഈസ് ദ ഹോൾ മാർക്ക് ഫീച്ചർ ഓഫ് അപ്പോപ്റ്റോസിസ്. നമ്മളൊരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുവാണെങ്കിൽ, ആ ടിഷ്യൂ എടുത്ത് നോക്കുവാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള DNA ചെറുതാകും, ചുരുങ്ങും, ക്രോമാറ്റിൻ കണ്ടൻസ് ചെയ്യും. അങ്ങനത്തെ സംഭവം ഈസ് എ ഹോൾ മാർക്ക് ഫീച്ചർ ഓഫ് അപ്പോപ്റ്റോസിസ്. കാരണം എന്താ? അഗൈൻ എൻഡോന്യൂക്ലിയസ് ആക്ടിവേഷൻ. സോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് സെല്ല് ചെറുതാകുന്നു, ഇൻഫ്ലമേഷൻ ഇല്ല, ക്രോമാറ്റിൻ കണ്ടൻസ് ചെയ്യുന്നു. ദീസ് ആർ ദ 3 മെയിൻ സിംറ്റംസ് ഓഫ് അപ്പോപ്റ്റോസിസ്. പിന്നെ നമ്മൾക്കൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെല്ലുകൾ എപ്പോഴും നമുക്ക് ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കാൻ പറ്റുമോ? ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പാത്തോളജിസ്റ്റിൻ്റെ കയ്യിൽ ഒരു ടിഷ്യൂ തരുമ്പോഴത്തേക്കും ആ ടിഷ്യൂവിന് എന്താണ് സംഭവിച്ചത്? അത് ജീവനുള്ള ടിഷ്യൂ ആണോ, നെക്രോസിസ് സംഭവിച്ചാണോ, അപ്പോപ്റ്റോസിസ് സംഭവിച്ചാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നൊരു പരിപാടിയാണ് ജെൽ ഇലക്ട്രോഫോറിയോസിസ്. അപ്പോൾ നമ്മളുടെ ഈ 3 സെല്ലുകളെ, ഫോർ എക്സാമ്പിൾ നോർമൽ സെൽ, പിന്നെ അതുപോലെ ഒരു അപ്പോപ്റ്റോട്ടിക് സംഭവിച്ച സെല്ലും ഒരു നെക്രോട്ടിക് സംഭവിച്ച സെല്ലുകളെ നമ്മൾ ജെൽ ഇലക്ട്രോഫോറിയോസിസ് ചെയ്യുവാണെങ്കിൽ, അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് മൈക്രോബയോളജി നോക്കാം. ബട്ട് അങ്ങനെ ചെയ്ത് നോക്കുവാണെങ്കിൽ നമ്മൾ 3 രീതിയിൽ പാറ്റേൺസ് കാണാറുണ്ട്. ഈ ടൈപ്പ് എ ഇതുണ്ടോ, ഒരൊറ്റ ലൈനായിട്ട് വരുവാണ്. അതിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ DNA ഒന്നും പറ്റിയിട്ടില്ല. DNA ഈസ് ഇൻടാക്ട്. DNA ഇൻടാക്റ്റ് ആണെങ്കിൽ എന്താണ്? ദേ ആർ നോർമൽ സെൽ അല്ലേ, നോർമൽ സെല്ലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജെൽ ഇലക്ട്രോഫോറിയസ് ചെയ്യുമ്പോൾ ഒരൊറ്റ ലൈനേ നമ്മൾ കാണത്തുള്ളൂ. സോ ഇറ്റ് അപ്പിയേഴ്സ് ആസ് എ സിംഗിൾ ബാൻഡ്. അതേസമയം നമ്മൾ അപ്പോപ്റ്റോസിസ് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഒരു കഷ്ണങ്ങളായിട്ടാണ് അല്ലേ, ഇങ്ങനെ വര പോലെയാണ്. അപ്പോൾ ഇതൊരു ഏണിയെ പോലെ നിങ്ങൾക്ക് വിചാരിക്കാം, ഒരു സ്റ്റെപ്പ് ലാഡർ പോലെ. അപ്പോൾ വി കോൾ ദാറ്റ് എ സ്റ്റെപ്പ് ലാഡർ പാറ്റേൺ, ഒരു ഏണി പോലത്തെ പാറ്റേൺ. എന്തുകൊണ്ട്? കാരണം നമ്മൾക്കറിയാം എൻഡോന്യൂക്ലിയസ് ആക്ടിവേറ്റ് ആകുന്നുണ്ട് അപ്പോപ്റ്റോസിസിൽ. അങ്ങനെ വരുമ്പോൾ എൻഡോന്യൂക്ലിയസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാമല്ലോ നമ്മുടെ DNA ഇങ്ങനെ ATGC ഇങ്ങനെ കുറേ എണ്ണം പോയിക്കൊണ്ടിരിക്കുക. ഇത് കറക്റ്റ് കഷ്ണങ്ങളായിട്ടായിരിക്കും ഇതിനെ ഡിവൈഡ് ചെയ്യുക. ചിലപ്പോൾ എക്സാക്ട്ലി ആയിട്ട് 150 ബേസ് പെയർസ് കഴിയുമ്പോൾ ഒരു കട്ട് ചെയ്യും, വീണ്ടും 150 കഴിയുമ്പോൾ കട്ട് ചെയ്യും, വീണ്ടും അടുത്ത 150 കഴിയുമ്പോൾ കട്ട് ചെയ്യും, അല്ലെങ്കിൽ 360, അങ്ങനെ ഒരു കറക്റ്റ് എണ്ണത്തിൽ വെച്ചായിരിക്കും ഇതിങ്ങനെ കട്ട് ചെയ്ത് വിടുക. അങ്ങനെ കട്ട് ചെയ്ത് വിടുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ആദ്യത്തേൽ നോക്കി DNA ഇൻടാക്റ്റ് ആയത് കാരണം ഒരൊറ്റ കഷ്ണം വന്നുള്ളൂ. ഇവിടെ DNA എല്ലാം സ്പ്ലിറ്റ് ആണ്, പക്ഷേ ഈക്വൽ എമൗണ്ട് ആയിട്ട് സ്പ്ലിറ്റ് ആണ്, യൂണിഫോം സൈസ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ കുറച്ചിവിടെ കറക്റ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വര വരും. സോ ദാറ്റ് ഇസ് ഹൗ വി സി സ്റ്റെപ്പ് ലാഡർ പാറ്റേൺ. അതേസമയം നെക്രോസിസ് ആണെങ്കിലോ, അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, സെൽ അങ്ങോട്ട് മരിച്ചു പോവാണ്. അപ്പോൾ DNA തോന്നിയതുപോലെ സ്പ്ലിറ്റ് ആവും. ചിലപ്പോൾ ഒരു ബേസ് പെയർ ആയിരിക്കും, ചിലപ്പോൾ 2 ആയിരിക്കും, അങ്ങനെ ഒരു ഓർഡറും ഇല്ലാതെ കഷ്ണങ്ങളായിട്ട് തെറിച്ചു പോകുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ്? ഒരു സ്മഡ്ജ് പോലെ, ഒരു സ്മിയർ പോലെ, തേച്ച് വെച്ചതുപോലെ ഈ ജെൽ ഇലക്ട്രോഫോറിയോസിസ് കാണാം. കാരണം ചില DNA കുഞ്ഞതായിരിക്കും, ചില DNA വലുതായിരിക്കും, ബട്ട് റാൻഡമാണ്, ഒന്നിനും ഒരു എണ്ണമില്ല. അത് കാരണം തോന്നിയ പാറ്റേൺ. സോ വി കോൾ ഇറ്റ് എ സ്മിയർ പാറ്റേൺ. ഇതാണ് മെയിനായിട്ട് നിങ്ങൾ ജെൽ ഇലക്ട്രോഫോറിയോസിസിൽ നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. സോ താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത് കഴിഞ്ഞു. നമുക്ക് അടുത്ത തന്നെ നെക്സ്റ്റ് വീഡിയോ പറ്റുമെങ്കിൽ ഈ വീക്കിൻ്റെ എൻഡിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സ് മനസ്സിലാവാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നമ്മളിപ്പോൾ മെയിൻലി ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് MBBS അല്ലെങ്കിൽ FMG സ്റ്റുഡൻസിൻ്റെ ടോപ്പിക്സ് ഒക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നമുക്ക് അനാറ്റമിയിലൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, പാത്തോളജിയിലൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ പാത്തോളജീൻ്റെ ക്ലാസ്സസ് നമുക്ക് കുറച്ചെടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് അനാറ്റമിയിലേക്ക് പോകും. അനാറ്റമിയിൽ നമ്മളിപ്പോൾ എംബ്രിയോളജി ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നഴ്സിംഗ് സ്റ്റുഡൻസിനായിട്ട് നമ്മളിപ്പോൾ കമ്മ്യൂണിറ്റി നഴ്സിംഗ് നോക്കുന്നുണ്ട്, അതേപോലെ നഴ്സിംഗ് ഫൗണ്ടേഷനും നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് ദ വീഡിയോ ഇഫ് യു ലൈക്ക് ദിസ്, ആൻഡ് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു കമൻറ്റ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.